കിലുക്കാം പെട്ടി എന്റെ കിലുക്കാം പെട്ടി കിലു 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 കിലുക്കിലേ മുത്തു കിലുക്കാം. എല്ലാ കൂട്ടുകാർക്കും കിലുക്കാം പെട്ടിയിലേക്ക് സ്വാഗതം. കിലുക്കാം പെട്ടി എന്റെ കിലുക്കാം പെട്ടി കിലു 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 കിലുക്കിലേ മുത്തു കിലുക്കാം. കിലുക്കാം പെട്ടി എന്റെ കിലുക്കാം പെട്ടി കിലു 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 കിലുക്കിലേ മുത്തു കിലുക്കാം. നമുക്ക് പാട്ട് പാടാം, കഥ പറയാം, കുഞ്ഞി കുഞ്ഞി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് കളിക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും വിളിക്കില്ലേ? നിങ്ങൾക്കൊന്നൊരു ആനക്കുട്ടിയുടെ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു ആനക്കുട്ടി ഉണ്ടായിരുന്നു. ആനക്കുട്ടിയുടെ പേരെന്താന്നറിയാമോ? കേശവൻ. കുട്ടിക്കൊണ്ടൻ കേശവൻ. അവിടെ അടുത്തൊരു പുഴയുണ്ട്. ആ പുഴയിൽ എന്നും കേശവൻ കുളിക്കാൻ പോകും. അവിടെ എങ്ങനെയാ കുളിക്കണേന്ന് അറിയണ്ടേ? കുത്തി മറഞ്ഞ് തിരിഞ്ഞ് വെള്ളം ചീറ്റി ഇങ്ങനെ കളിച്ച് കുളിച്ചിങ്ങനെ വരും. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. എന്നും അവിടെ അടുത്തൊരു തയ്യൽക്കടയുണ്ട്. ആ തയ്യൽക്കട എത്തുമ്പോ നിൽക്കും കേശവൻ. എന്നിട്ട് ആ കുഞ്ഞു തുമ്പിക്കൈയിൽ ഇങ്ങനെ നീട്ടും. അപ്പൊ തയ്യൽക്കടക്കാരൻ ചോദിക്കും, കേശവ, എന്താ നീ നിക്കണേ? നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? എന്നാ ഒരു പഴം എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞു തുമ്പിക്കൈയിൽ വെച്ചു കൊടുക്കും കേശവന്. അപ്പൊ ആ കേശവൻ അതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് തിരിച്ചു പോകും കുളിക്കാൻ. എന്നിട്ട് ഒരു ദിവസം അവിടെ പഴം ഉണ്ടായിരുന്നില്ല. അപ്പൊ കേശവൻ വന്ന് ഇങ്ങനെ തുമ്പിക്കൈ നീട്ടിയപ്പോഴോ ഒരു രസത്തിന് വേണ്ടി അവിടെ നിന്ന് ആ കുഞ്ഞു സൂചിട്ട് ഒരു കുഞ്ഞു കുത്തു വെച്ചു കൊടുത്തു കേശവന്റെ ആ കുഞ്ഞു തുമ്പിക്കൈയില്. കേശവന് വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. കേശവൻ എന്നും പഴം തരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് പോയി കുളിക്കാൻ. എന്നിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് ആ തുമ്പിക്കൈയിൽ നിറയെ വെള്ളം എടുത്തിട്ട് ആ തയ്യൽക്കട എത്തുമ്പോ നിന്നു. എന്താ കേശവ, നീ വീണ്ടും നിന്നേ? ഇവിടെ പഴമില്ലാന്ന് അറിഞ്ഞൂടെ? അത് കേട്ടപ്പോ ആ തുമ്പിക്കൈങ്ങൊറ്റ പൊക്കല്. എന്നിട്ട് ഒറ്റ ചീറ്റിലങ്ങ് ആ തുമ്പിക്കൈ ആ തയ്യൽക്കടക്കാരൻ തലയിലും കണ്ണിലും മൂക്കിലും കയ്യിലും കാലിലും അവിടെ തയ്ച്ചോണ്ടിരുന്ന മിഷനിലും ഡ്രസ്സിലും തൂക്കിട്ടിരുന്ന ഡ്രസ്സിലും എല്ലാ സ്ഥലത്തുമായി. ഇപ്പൊ ഇതിന്റെ ഗുണപാഠം അറിയണ്ടേ? ഒരു മൃഗങ്ങളെ ഒഴിവാക്കാൻ പാടില്ല ആരും. അവർക്ക് ദേഷ്യം വരും. കൂട്ടുകാരെ, ഇതുപോലത്തെ കഥകൾ നിങ്ങൾക്ക് പറയുമെങ്കിൽ എന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ അറിയാം.